ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. സൗണ്ടെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? നമ്മൾ റിവിഷൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. പേപ്പർ പേനയൊക്കെ കയ്യിലുണ്ടാവണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. എന്നോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പറയണം. നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ പെർപെൻഡിക്കുലർസ് ഡ്രോൺ ഫ്രം എ പോയിൻ്റ് ഇൻസൈഡ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ടു ഇറ്റ്സ് സൈഡ്സ്. The length of these perpendicular sides are 5 centimeters, 6 centimeters and 7 centimeters respectively. Find the area of triangle. ഇത് മെൻസുറേഷൻ 2D ആയിട്ട് ബന്ധപ്പെട്ട പുതിയ ഇത് മെൻസുറേഷൻ 2Dയുമായി ബന്ധപ്പെട്ട് പുതിയൊരു ക്വസ്റ്റ്യനാണ്. ദ പെർപെൻഡിക്കുലർസ് ഡ്രോൺ ഫ്രം എ പോയിൻ്റ്, ഒരു പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലേഴ്സ് ടു ദ സൈഡ്, അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡിലേക്ക്. ദ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്, ഈ പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ എന്നിവയാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കിട്ടിയോ? മെൻസുറേഷൻ 2D ആണ്, പുതിയ ക്വസ്റ്റ്യൻസ് ആണ്. പലയിടത്തുനിന്നും നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ കൊണ്ടുവന്ന് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതായാലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഷിഫ്റ്റിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിരിക്കും? ചോദിച്ചിരിക്കും. അപ്പോൾ ഇതിനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കാര്യം എന്തൊക്കെയുണ്ട് ക്വസ്റ്റ്യനകത്തുനിന്ന് ആദ്യം നോക്കുക. എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കാം. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ ഒരു പൊതു സ്വഭാവമുണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നു. ഓക്കെ, സമ്മതിച്ചിട്ടുണ്ട്. പെർപെൻഡിക്കുലേഴ്സ് ഡ്രോൺ ഫ്രം എ പോയിൻ്റ് എന്ന് പറയുന്നു. ഒരു പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ നീളം തന്നിട്ടുണ്ട്. പെർപെൻഡിക്കുലേഴ്സിൻ്റെ നീളം തന്നിട്ടുണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്തുനിന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യം ഇങ്ങനെയേ ചോദിക്കത്തുള്ളൂ, ഇങ്ങനെ തന്നെയേ ചോദിക്കത്തുള്ളൂ ഈ ചോദ്യം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? √3a² ഡിവൈഡ് ബൈ 4. അപ്പോൾ √3a² / 4 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എ എന്ന് പറയുന്നത് അതിൻ്റെ സൈഡാണ്. എ ഈസ് ഈക്വൽ ടു സൈഡ്. അത് നമുക്ക് മനസ്സിലായി. നമ്മൾ എന്താണ് മെൻസുറേഷൻ 2Dക്കകത്ത് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എത്ര പെർപെൻഡിക്കുലർ ഉണ്ട്? പെർപെൻഡിക്കുലർ 1 എത്ര ഉണ്ട്? എത്ര പെർപെൻഡിക്കുലർ ഉണ്ട്? 3 പെർപെൻഡിക്കുലർ ഉണ്ട്. 5 മീറ്റർ. അടുത്ത P2 എത്ര മീറ്റർ ഉണ്ട്? 6 മീറ്റർ. അടുത്ത P3 എത്ര മീറ്റർ ഉണ്ട്? 7 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് കണ്ടുപിടിക്കാനുള്ള സെറ്റപ്പ് നോക്കിക്കോ. ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എ, ഈ പെർപെൻഡിക്കുലർ ഉപയോഗിച്ച് നമുക്ക് സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാം? 2/√3 ഇൻറ്റു P1 + P2 + P3. സാറേ ഇതെന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു തരം കണക്കാണ്, ഒരു പ്രത്യേക തരം കണക്കാണ്. പലരും ഇത് സ്കിപ്പടിച്ച് പോകുന്ന ഒരു കണക്കാണ്. അതിൽ നിന്നും ഇക്വേഷനൊക്കെ ഉണ്ടാക്കി കൊണ്ടു തന്നെയാണ് കേട്ടോ. √3a² / 4 എന്ന് പറയുന്നതാണ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ. പക്ഷേ എ എന്ന് പറയുന്നത് ഒരു സൈഡാണ്. ആ ഒരു സൈഡിൽ എത്താൻ പറ്റുന്നില്ല. സൈഡ് എന്ന് പറഞ്ഞാൽ അതിവിടെ സൈഡ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് സൈഡ് എങ്ങനെ ഡയറക്റ്റ് കണ്ടെത്താം എന്നുള്ളതാണ്. സൈഡ് എങ്ങനെ? ഈ പെർപെൻഡിക്കുലർ ഉപയോഗിച്ച് സൈഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. 2/√3 ഇൻറ്റു P1 + P2 + P3. ഇതാ നോക്കിക്കോ. 2/√3 ഇൻറ്റു 5 + 6 + 7. അപ്പോൾ 2/√3 ഇൻറ്റു 2/√3 ഇൻറ്റു 5, 6, 5, 11, 18. ഇതിനെ എന്താ ചെയ്യാൻ പറ്റും?
ഈ താഴെ കിടക്കുന്ന √3 3 × 6 18 എന്ന് എഴുതാം. ഞാനൊരു ചെറിയ പരിപാടി കാണിക്കാൻ പോകാം. നോക്കൂ, ഇതൊക്കെ നമ്മുടെ കോമ്പറ്റീറ്റീവ് മൈൻഡാണേ. ഇങ്ങനെയൊന്നും കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് ഈ ബൈ √3 പോകണം. അതിന് ഞാനൊരു ചെറിയ പരിപാടി ചെയ്യാൻ പോകുന്നു. 2 × 18 3 × 6 എന്ന് എടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ഡിവൈഡ് ബൈ √3. 18 ഒന്ന് സ്പ്ലിറ്റാക്കി എഴുതി 3 × 6 എന്ന് എഴുതി. ആ 3 വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ സ്പ്ലിറ്റ്. ഇതൊക്കെ മൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. 2 √3 ഇൻറ്റു 3 നമുക്ക് എങ്ങനെ എഴുതാം? √3 × √3 എന്ന് എഴുതിക്കൂടായോ? 3 നമുക്ക് എങ്ങനെ എഴുതാം? √3 × √3 എന്ന് എഴുതാം. ഇൻറ്റു 6. ഇതാണ് താഴത്തെ ഒരു √3യും ഒരു √3യും ക്യാൻസലായിപ്പോയി. ഇനി ഫൈനലായിട്ട് ആൻസർ എന്തോ വരുന്നു? ഫൈനലായിട്ട് ആൻസർ വരുന്നത് 6 × 2 12 12 √3 എന്ന് വരും. അപ്പോൾ √3 പോയി. അപ്പോൾ ഇവിടെ എത്ര വരുന്നു? ഇവിടെ എത്ര ആൻസർ വരുന്നത്? 12 √3. ഇതാണോ ആൻസർ? അല്ല, ഇതല്ല ആൻസർ. ഇതല്ല ആൻസർ. അപ്പോൾ ഇതല്ല ആൻസർ. ഇപ്പം നമുക്കിനി ഏരിയ കണ്ടെത്താം. ഏരിയ ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു a². √3 a². എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. എത്ര ഇവിടെ? 12 √3 സ്ക്വയർ ഡിവൈഡ് ബൈ 4. ഇതാ നോക്കിക്കോ. √3 ഇൻറ്റു 12 √3 സ്ക്വയർ. 12ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 ഇൻറ്റു √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എത്ര വരും? അപ്പോൾ എത്ര വരും? അപ്പോൾ എത്ര വരും ആൻസർ? ഇതാ നോക്കിക്കോ. ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് വളരെ സിമ്പിളായിട്ട് ഇതിനെ സ്പ്ലിറ്റാക്കി ചെയ്യാം. ഇതാ നോക്ക്. നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. √3 ഇൻറ്റു 12 √3 സ്ക്വയർ 12 √3 ഇൻറ്റു 12 √3 12 √3 സ്ക്വയർ ഡിവൈഡ് ബൈ 4. ഓക്കെ, അടുത്തത് ഈ 4ഉം ഈ 12 കൂടെ വെട്ടാം. 3. അപ്പം 3 √3. അപ്പം ബാക്കിയുള്ള സംഖ്യകളെല്ലാം കൂടെ ഗുണിക്കും. ഇവിടെ ഒരു √3 കിടപ്പുണ്ട്. നോക്കിക്കോണം, കൺഫ്യൂഷൻ ആവില്ല. ഇവിടെ ഒരു √3 ഇൻറ്റു ഇവിടെ √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ 3. അതുകൊണ്ട് ഇവിടെ √3 ഇവിടെ √3 3. 12 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 36. അപ്പോൾ 36 എന്ന് പറയുമ്പോൾ 108. 36 × 6 3 18 108. 108 √3 എന്ന് വരും. 108 √3. ഇതാണ് ആൻസർ കിട്ടുന്നത്. എ ആണ് വരുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത് ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വേണം വിശകലനം ചെയ്യാൻ. അതിൻ്റെ പെർപെൻഡിക്കുലേഴ്സാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഏരിയയാണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ കണ്ടെത്താൻ നമുക്കറിയാം. ഇക്വേഷനൊക്കെ അറിയാം. ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷനൊക്കെ നിങ്ങൾ മിടുക്കം പിള്ളേരാണെന്ന് നിങ്ങൾക്കറിയാം. ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ √3 a²/4. ഓക്കെ, √3 a²/4. അതായത് എ എന്ന് പറയുന്നത് സൈഡാണ്. ആ സൈഡ് എങ്ങനെ കണ്ടെത്താം? എ ഈസ് ഈക്വൽ ടു അതിനൊരു പുതിയ ഇക്വേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. 2/√3 ഇൻറ്റു P1 + P2 + P3. അതായത് പെർപെൻഡിക്കുലർ 1 പെർപെൻഡിക്കുലർ 2 പെർപെൻഡിക്കുലർ 3. അപ്പോൾ 2/√3 ഇൻറ്റു ഇത് നോക്കിക്കേ. P1 + 5 + 6 + 7. അപ്പം 2/√3 ഇൻറ്റു 18. ഇതിനെ നമ്മൾ വേറെ ഒരു രീതിയിലേക്ക് മാറ്റി
ഇതിനെങ്ങനെ എഴുതും? 12√3 എന്ന് എഴുതും. അത് നേരത്തെ ബാക്ക് അടിച്ച് പോയാൽ മതി, കാണാൻ പറ്റും 12√3. ഇനിയിപ്പോൾ അതിൻ്റെ ഏരിയയാണ് കണ്ടെത്തേണ്ടത്. ഏരിയ കണ്ടെത്താനായിട്ട് √3a²/4 a = √3a² / 4 ആണ്. അതിലേക്ക് നമുക്ക് കൊടുക്കാം ഏരിയ ഏരിയയാണ്. ഏരിയ √3 × a². a എത്ര കിട്ടിയത്? 12√3. 12√3ൻ്റെ സ്ക്വയർ 12√3 × 12√3 /4. ക്യാൻസൽ ആക്കിക്കോ. ഇവിടെ 4, ഇവിടുത്തെ ഒരു 12, 3. 3 × 12 36. 3 × 12 36. √3 × √3 3. പിന്നെ ഒരു √3 കൂടെ ഉണ്ട്, അതുകൂടെ കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 108√3 എന്ന ആൻസർ കിട്ടും. എ ആണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A trader mark a price of article 40% above its cost price. He offered 2 successive discounts 20% and 25% to the customer. He suffers a loss of 22%. What is the selling price? ഈ സഫേഴ്സ് ഓഫ് ലോസ് ഓഫ് 22% മക്കളെ, 22% 224 റുപ്പീസ്. 224 റുപ്പീസ് എന്നാണ് ക്വസ്റ്റ്യൻ മാറ്റിയിട്ടുണ്ട്. ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഒരു ട്രേഡർ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ മുകളിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, 40% മേറിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? സക്സസീവ് ഡിസ്കൗണ്ട് 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നു, പിന്നീട് 25% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടം എന്താണ് പറഞ്ഞിരിക്കുന്നത്? 224 രൂപയാണ് നഷ്ടമെങ്കിൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞോ. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം, ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാർ 140 × 20 എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന കാണാം. ഒരു കാര്യവുമില്ല. ഞാനിവിടെ CP എന്ന് എഴുതാം, ഇവിടെ എന്താണ് SP എന്ന് എഴുതാം. അദ്ദേഹം 100 രൂപയുടെ സാധനത്തിന് എന്ത് ചെയ്തു? അദ്ദേഹം 40 രൂപ അധികം കയറ്റി വെച്ചു, 140 രൂപ. വീണ്ടും 100 രൂപയുടെ സാധനം അദ്ദേഹം എത്ര രൂപയ്ക്ക് ഓഫേഴ്സ് ഡിസ്കൗണ്ട് 20%. അങ്ങനെ തന്നെ നോക്കിയാൽ മതി. 100 രൂപയുടെ സാധനം ഡിസ്കൗണ്ട്. ഇതൊന്നും മറ്റ് കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. ചില ആൾക്കാർ ഇതാ ഇങ്ങനെ ചെയ്തു വെക്കും. 140 രൂപ എഴുതി വെച്ചിട്ട് അതിൻ്റെ 20% 80% ഡിസ്കൗണ്ട് കൊടുത്തു. 80/100 ഇൻറ്റു പിന്നീട് 25% 75/100 കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. അദ്ദേഹം 3 പ്രവർത്തികളാണ് ഇവിടെ ചെയ്യുന്നത്. CPയും SP-യും ഇത്രയേ ഉള്ളൂ പരിപാടി. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. CP എത്രയാണ് ഇവിടെ? 100 രൂപ. 100 രൂപയുടെ സാധനം എന്ത് ചെയ്യുന്നു? 40 രൂപ കൂട്ടി വെച്ചിരിക്കുന്നു. 100 രൂപയുടെ സാധനം 40 രൂപ കൂട്ടി വെച്ചിരിക്കുന്നു. ഓഫേഴ്സ് 2 സക്സസീവ് ഡിസ്കൗണ്ട് 20%. ആദ്യം അദ്ദേഹം 20% കുറച്ച് കൊടുക്കുന്നു, അത് 100ൻ്റെ 80. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? 25% കുറച്ച് കൊടുക്കുന്നു, 100 75. വരയിടുക. ഇത് വെട്ടി ചെറുതാക്കുക. പകലതും വെട്ടി നമുക്ക് ചെറുതാക്കാം. ഇത് 0 പോയി, ഇത് 0 പോയി. ഇവിടെ എന്താണ്? ഇവിടെ 5, ഇവിടെ എന്താണ്? 7 എന്നെഴുതാൻ പറ്റും. ഇവിടെ 20 കൊണ്ടാവുമ്പോൾ 5, 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, ഇവിടെ 20 കൊണ്ട് 4, ഇവിടെ 25 ആകുമ്പോൾ 4, ഇവിടെ 25 ആകുമ്പോൾ 3. ഇതെല്ലാം കൂടെ ഒന്ന് ഗുണിച്ച് 5 × 5 × 4, ഇതെല്ലാം കൂടെ ഒന്ന് ഗുണിച്ച് 7 × 4 × 3 എത്ര വരും? 5 × 5 25 × 4 എത്രയാണ്? 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 × 4 27, 4 28, 28 3 24. എത്ര വരുന്നു? 84 വരും. 7 4 28 84 വരും. അതായത് 100 രൂപയുടെ സാധനം CPയുടെ നേരെ 100 രൂപയാണ്.
100 രൂപയുടെ സാധനം എത്ര രൂപയ്ക്കാണ് വിറ്റത്? 84 രൂപയ്ക്കാണ് വിറ്റത്. എത്ര രൂപയാണ് വിറ്റത്? 84 രൂപ. അപ്പോൾ ഇവിടുത്തെ ലോസ് എത്രയാണ്? ഇവിടുത്തെ ലോസ് എത്രയാണ്? -16 ലോസ്. ഇവിടെ -16 കാരണം 16 രൂപ കുറച്ച് ലോസ്. ഇപ്പോൾ 16 രൂപയാണ് ഇവിടെ ലോസ്. പക്ഷേ ആക്ച്വലി ലോസ് എത്രയാണ്? ഇവിടെ 22% ഒന്നല്ല പറഞ്ഞത്, 224 പറഞ്ഞിരിക്കുന്നത്. 224 റുപ്പീസ് എന്നാണ് ക്വസ്റ്റ്യൻ തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ലോസ് എത്രയാണ്? 224. ഇവിടെ ലോസ് എത്രയാണ്? 16 എന്ന് പറയുന്നതാണ് 224. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് ഇവിടെ എത്ര വന്നിരിക്കുന്നത്? 84 ഇല്ലയോ? 84 എത്രയാണെന്നാണ് ചോദ്യം. ആണ്ടേ 224 × 84 ഡിവൈഡ് ബൈ 16 എത്ര വരും? അതാണ് നോക്കിക്കോ. 16 × 14 ആണ് 224. 16 × 14. 14 × 84 എന്ന് പറയുമ്പം 14 × 84. ഇത് 16 ഇത് ചെയ്യുമ്പോൾ 224 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 14 കിട്ടുന്നത്. 14 × 84 ആകുമ്പം 4 × 4 16. 6ആണ് ലാസ്റ്റ് ഡിജിറ്റ്. ലാസ്റ്റ് ഡിജിറ്റ് 6ആണ്. ഇവിടെ എല്ലാം 4ഉം 5ഉം ഒക്കെയാണ്. ലാസ്റ്റ് ഡിജിറ്റ് 6ആണ് വരുന്നത്. അപ്പം 1176 നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ഗീവിംഗ് 2 successive discounts 20%, 10% of an article, then its price becomes 7200. What was the original price of the article? എന്താ പറഞ്ഞത്? നേരത്തെ ചെയ്ത അതേ മെത്തേഡ് അങ്ങ് ചെയ്തു പോയാൽ മതി. നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് അങ്ങ് ചെയ്തു പോയാൽ മതി. എന്താ പറഞ്ഞിരിക്കുന്നത്? CP. ഇവിടെ എന്താ? SP. CP 100 രൂപയുടെ സാധനം. ഇപ്പം ചില ആൾക്കാർ ചോദിക്കുന്ന മാർക്കറ്റ് പ്രൈസ് ഒന്നും വേണ്ട, ഒരു കാര്യമില്ല. CP ഡിസ്കൗണ്ട് ചെയ്യുന്നു, 20% കുറച്ച് കൊടുക്കുന്നു. അപ്പോൾ എത്രയാണ്? SP 80. വീണ്ടും രണ്ടാമത്, അപ്പോൾ രണ്ടാമതൊരു 100 കൊടുക്കാം. 10% കൂടെ കുറച്ചാണ് കൊടുക്കുന്നത്. എത്രയാണ്? 90. വെട്ട് 0 വെട്ട്. ഇവിടെ നിന്നെല്ലാം 0 വെട്ട്. വെട്ടി ചെയ്യും. ഇപ്പോൾ ഇവിടെ എത്രയാണ്? 5. ഇവിടെ എത്രയാണ്? 4. ഇവിടെയും വെട്ട്. അപ്പോൾ ഇവിടെ 10, ഇവിടെ 9. ഇനി ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ 50, ഇവിടെ എത്ര? 54, 36. ഈ 36 എന്ന് പറയുന്നതാണ് സെല്ലിംഗ് പ്രൈസ്. എത്രയാണ്? ദ പ്രൈസ് ബിക്കംസ് 7200. സെല്ലിംഗ് പ്രൈസ് ആണ് 7200. അപ്പോൾ 36 എന്ന് പറയുന്നതാണ് 7200. 36 × 2 ആണ് 72. പിന്നെ 2 0 കൂടെ വരണമെങ്കിൽ 200. 36 × 2 ആണ് 72. 2 0 കൂടെ വരണമെങ്കിൽ 200. അപ്പം 50 × 200 അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് കിട്ടും 10000. പെട്ടെന്ന് കിട്ടും. ഇതാണോ നല്ലത് അതാണോ നല്ലതെന്ന് നോക്കിക്കേ. എന്നിട്ട് നോക്കിക്കേ, ഇതാണോ നല്ലത് അതാണോ നല്ലതെന്ന് നോക്കിക്കേ. അതാ നോക്കിയോ. ആഫ്റ്റർ ഗീവിങ് സക്സസീവ് ഡിസ്കൗണ്ട് 100 രൂപയുടെ സാധനം 20 രൂപ കുറച്ച് 80% വിൽക്കുന്നു. അതിനകത്ത് വീണ്ടും 90% വിൽക്കുന്നു. അപ്പോൾ എത്ര കിട്ടുന്നു? 0 വെട്ടി ഈ 0 വെട്ടി ഇത് വെട്ടി 98 72. ഇതാണ് സെല്ലിംഗ് പ്രൈസ്. SP 72. ഈ 72 എന്ന് പറയുന്നതാണ് 7200. അങ്ങനെയാണെങ്കിൽ നമ്മുടെ CP 100 അല്ലേ? CP എപ്പോഴും 100 അല്ലേ? അപ്പം CP എത്രയാണ്? 100. അങ്ങനെ കണ്ടുപിടിക്കാം. 7200 × 100 ഡിവൈഡ് ബൈ 72. കണ്ടോ? 100 × 100 10000 കിട്ടും. എങ്ങനെ വേണേലും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യൻ. എന്താ നോക്കിക്കോ, ഇന്നാണ് എലക്ഷൻ. 3 പേരാണ് എലക്ഷനിൽ നിന്നത്, വോട്ടിന് നിന്നത്. എ, ബി, സി, ഡി. അപ്പോൾ ആദ്യത്തെ ആളിന് 4500 വോട്ട് കിട്ടി, രണ്ടാമത്തെ ആളിന് 1260 വോട്ട് കിട്ടി, മൂന്നാമത്തെ ആളിന് 240 വോട്ട് കിട്ടി, നാലാമത്തെ ആളിന് 2000 വോട്ട് കിട്ടി. അപ്പോൾ ടോട്ടൽ എത്ര വോട്ട് കിട്ടി കാണും? 8000 വോട്ട് കിട്ടി കാണും. കാരണം എന്താ, 2000 6500 6500 7000 6500 260 240 500, അപ്പോൾ 7000 7000 1000 8000 വോട്ട് കിട്ടിക്കാണും. അതവിടെ നിൽക്കട്ടെ, അതല്ല ചോദ്യം. വാട്ട് വിൽ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ വോട്ട് പെർസെൻറ്റേജ് ഓഫ് വിന്നിങ് ആൻഡ് റണ്ണർ അപ്പ് കാൻഡിഡേറ്റ്? വോട്ടിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറൻസ് ഓഫ് വിന്നിങ് ആൻഡ് ഡിഫറൻസ് ഓഫ് വിന്നിങ് ജയിച്ച ആൾ ആൻഡ് റണ്ണറപ്പ് ഡിഫറൻസ് ഓഫ് വിന്നിങ് ജയിച്ച ആൾ 4500 വോട്ട് കിട്ടിയ ആളല്ലേ ജയിച്ചത്, 4500 മൈനസ് ഡിഫറൻസ് ആണ്. വിന്നിങ് അയാളുടെ തൊട്ട് പുറകെ നിൽക്കുന്ന സെക്കൻഡ് സ്ഥാനം കിട്ടിയ ആളാണ്, അയാളാണ് റണ്ണറപ്പ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് സ്ഥാനം കിട്ടിയ 2000. അപ്പോൾ അവരുടെ ഡിഫറൻസ് എത്രയാണ്? 2500. ഇതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2500 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര? 8000 ഇൻറ്റു 100. 2 0 വെട്ടി 2 0 വെട്ടി 1 0 വെട്ടി 1 0 വെട്ടി, അതായത് 250 ഡിവൈഡഡ് ബൈ 8. പപ്പാതിയാക്ക് 125 ഡിവൈഡഡ് ബൈ 4. അപ്പം 3 4 12, 5 താത്തിറക്കുമ്പോൾ 1, അപ്പം 31.25. അപ്പോൾ ടോട്ടൽ വോട്ട് ഇവിടെ ചെറിയ തിരുത്തുണ്ടായിരുന്നേ. 4 പേര് ഇലക്ഷനിൽ നിന്നു, 4 പേർക്കും കിട്ടിയ വോട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇവിടെ കൂട്ടിയപ്പോൾ മൊത്തം എത്രയാണ്? 8000 വോട്ടുകൾ. അതായത് ജയിച്ച ആളിൻ്റെയും റണ്ണറപ്പായി വന്ന ആളിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നു. ജയിച്ച ആളിന് 4500 വോട്ടുണ്ട്, അയാളുടെ തൊട്ട് പുറകെ നിൽക്കുന്ന ആളിന് 2000 വോട്ടുണ്ട്. അവരുടെ തമ്മിലുള്ള ഡിഫറൻസ് 2500. അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് 2500 ഡിവൈഡ് ബൈ ടോട്ടൽ 8000 ആണ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പെർസെൻറ്റേജ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എത്ര കിട്ടും? 31.25 എന്ന് കിട്ടുന്നതായിരിക്കും. ക്ലിയർ ആണോ? Okay, next question. An article was sold for rupees 138% പ്രോഫിറ്റ്. ഇതെങ്ങനെ കിട്ടും? ഇതാ നോക്കിക്കോ. An article was sold ഇപ്പോൾ CP 100 ഞാൻ തന്നെ ആണെന്ന് തോന്നുന്നത് പഠിപ്പിച്ചത്. CP 100 ചെയ്യാൻ CP 100. അപ്പോൾ SP എത്ര ആയിരിക്കും? 138. കാരണം 38% പ്രോഫിറ്റ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ഒന്ന് എടുത്താലോ, 50 എത്രയാണ്? 69. 50 രൂപയുടെ സാധനം 69 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ CP SP എന്ന് പറയുന്നത് മറന്നു പോകരുതേ. CP SP എന്ന് പറയുന്നത് 50:69 മറന്നു പോകരുത്. ഇപ്പോൾ ആവശ്യമുണ്ട്, ഇപ്പോഴല്ല, ഇച്ചിരി കഴിയുമ്പോൾ ആവശ്യമുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ പ്രോഫിറ്റ് ബിക്കംസ് 37.5. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെ ചെയ്തപ്പോഴാണ് പ്രോഫിറ്റ് വന്നത്? അപ്പം CP 50x റേഷ്യോ ആകുമ്പം ഒരു എക്സ് കൂടെ ചേർത്ത് എഴുതത്തില്ലേ?
എസ് പി എത്രയാണ്? 69x. സി പി എത്രയാണ്? 50x. എസ് പി എത്രയാണ്? 69x. സി പി എത്രയാണ്? 50x. എസ് പി എത്രയാണ്? 69x. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ സി പി 50x, എസ് പി എത്രയാണ്? 69x. എന്തൊക്കെ ചെയ്തു? ദ കോസ്റ്റ് പ്രൈസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 68. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 50x. ഈ 50x ഇൻക്രീസ്ഡ് ബൈ 68 കൂട്ടി ഈസ് ടു സെല്ലിംഗ് പ്രൈസ് എത്ര കുറച്ചു? 54 കുറച്ചു. സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നു? 69x. അതിനകത്തുനിന്ന് 54 കുറച്ചു. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മിനിറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സി പി, നമ്മുടെ സി പി എത്രയായിരുന്നു? 50x. സി പി എത്ര കുറച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈസ് ഇൻക്രീസ്ഡ് ബൈ 68. സി പി എത്ര? 68 കൂട്ടി. ഓക്കെ. എസ് പി എന്ത് ചെയ്തു? എസ് പി 69x. എസ് പി എന്ത് ചെയ്തു? 54 കുറച്ചു. അപ്പോൾ റേഷ്യോ എന്തുവായെന്നറിയാമോ? അപ്പോഴത്തെ റേഷ്യോ പ്രോഫിറ്റ് ബിക്കംസ് 37.5. അപ്പോൾ പ്രോഫിറ്റ് ബിക്കംസ് 37.5. ഇതിന് ശേഷമാണ് പ്രോഫിറ്റ്. സി പി എപ്പോഴും 100 തന്നെയാണ്. എസ് പി എത്രയാണ്? സി പി എത്ര? 100 സി പി എത്രയാണ്? 100. സി പി എത്രയാണ്? 100. പ്രോഫിറ്റ് എത്രയാണ്? 137.5. 137.5. അപ്പോൾ ഇതിനെ റേഷ്യോ ആക്കുന്നത് എങ്ങനെ? ഈ 0.5 പോകണമെങ്കിൽ അവിടെ 10 കൊണ്ട് ഗുണിക്കണം, ഇവിടെയും 10 കൊണ്ട് ഗുണിക്കണം 1000, അവിടെ 1375. അപ്പോൾ അതിൻ്റെ റേഷ്യോ എങ്ങനെ എടുക്കാം? അതിൻ്റെ റേഷ്യോ നമുക്ക് 5 കൊണ്ടാണെങ്കിൽ 200, ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 275, വീണ്ടും 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 40, അവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 55. ഒരു മിനിറ്റ്, അത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഭയങ്കര വള്ളിയാണല്ലോ. എന്തായാലും ആൻസർ കിട്ടിയല്ലേ പറ്റത്തുള്ളൂ. ഇതാ നോക്കിക്കോ, ഒരു സി പി ഉണ്ട്. സി പി എത്രയാണ്? 100 രൂപയായിട്ട് എടുക്കാം. അപ്പോൾ എസ് പി എത്ര ആയിരിക്കും? 38% പ്രോഫിറ്റ് ആകുമ്പോൾ 138. ഇതൊന്ന് വെട്ടി ചെറുതാക്കുമ്പോൾ എത്ര വരും? 50 ഈസ്റ്റു ഇവിടെ എത്ര വരും? 69 വരും. അപ്പോൾ സി പി എന്ന് പറയുന്നത് 50x എന്ന് എടുത്തു. പിന്നീട് എന്താണ്? എസ് പി എന്ന് പറയുന്നത് 69x എന്ന് എടുത്തു. റേഷ്യോ അങ്ങനെയാണല്ലോ എടുക്കുന്നത്. പിന്നീട് ഇവരൊരു പ്രോഫിറ്റിൻ്റെ കാര്യവും കൂടെ പറയുന്നുണ്ട്. അത് പ്രത്യേകം നമുക്ക് നോട്ട് ചെയ്യാം. ഇവരൊരു പ്രോഫിറ്റ് 100 രൂപയുടെ പ്രോഫിറ്റ് 37% പ്രോഫിറ്റ്, 37.5%. അപ്പോൾ 137.5 പ്രോഫിറ്റ് വരുന്നത്. ഈ 0.5 പോകാനായിട്ട് 10 കൊണ്ട് ഗുണിക്കണം. ഇപ്പോൾ ഇപ്പുറത്തും 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇതിനെ വെട്ടി ചെറുതാക്കാം. 5 കൊണ്ടാകുമ്പോൾ 200, ഇവിടെ 5 കൊണ്ടാകുമ്പോൾ 275, ഇവിടെ 5 കൊണ്ടാകുമ്പോൾ 40, ഇവിടെ 5 കൊണ്ടാകുമ്പം 55. 40:55. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്നാണെന്നറിയാമോ? ഇവരെന്ത് ചെയ്തു? സി പി, അതായത് 50x എന്നുള്ള സി പി എന്താക്കി? ഇൻക്രീസ്ഡ് ബൈ 68. കോസ്റ്റ് പ്രൈസ് 68 കൂടി. സെല്ലിംഗ് പ്രൈസോ 69x, അതായത് അതാണ് സെല്ലിംഗ് പ്രൈസ്. എന്ത് ചെയ്തു? 54 കുറഞ്ഞു. അപ്പോൾ എന്തായി? സി പി എന്താക്കി? ഇതെഴുതുന്ന ഇങ്ങോട്ട് നീങ്ങുന്നില്ലല്ലോടാ. ഓക്കെ, ഇവിടെ സി പി എന്താണ്? 50x. സി പി എന്ത് കൂട്ടി? 68 കൂട്ടി. എസ് പി എന്ത് ചെയ്തു? 69x എന്നുള്ള എസ് പി എന്ത് ചെയ്തു? 54 കുറച്ചു. അപ്പോൾ പുതിയ റേഷ്യോ കിട്ടി. പുതിയ പ്രോഫിറ്റും ഇതിനുള്ള റേഷ്യോ എത്രയാണ്? 40:55. ഇതിൻ്റെ റേഷ്യോ ആണ് ഈ പറയുന്നത് പുതിയ സി പി. ഇത് പഴയ സി പി, ഇത് പുതിയ എസ് പി. അപ്പോൾ ഇതിൻ്റെ ഈ റേഷ്യോ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ നേരത്തെ ഉള്ള റേഷ്യോ എന്ന് പറയുന്നത് 50:69 ആണ്.
50:69 50:69. അപ്പോൾ 50x കൂടെ 68 കൂട്ടി 69x കൂടെ 54 കുറച്ചപ്പോൾ പുതിയ റേഷ്യോ കിട്ടി 40:55. ഇനി നമ്മളില്ല റേഷ്യോയുടെ റൂൾ ഇട്ട് കൊടുത്താൽ മതി. 50x + 68 ഡിവൈഡഡ് ബൈ 69x - 54 ഈസ് ഈക്വൽ ടു 40/55. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇത് ഒന്നുകൂടെ ക്യാൻസൽ ചെയ്യാമല്ലോ. ഇതൊന്നുകൂടെ ക്യാൻസൽ ചെയ്യാമല്ലോ മക്കളെ. ഇതൊന്നുകൂടെ ക്യാൻസൽ ചെയ്യാം. 8 5 കൊണ്ടാകുമ്പോൾ 8, ഇവിടെ 5 കൊണ്ടാകുമ്പോൾ 11. ഒന്നുകൂടെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 8:11. അപ്പോൾ ഇത് നേരത്തെ ഉള്ള CPയും നേരത്തെ ഉള്ള SP ആയിരുന്നു. അതിനകത്ത് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. എന്താ ചെയ്തേ? ഇവിടെ 68 കൂട്ടി ഇവിടെ 54 കുറച്ചപ്പോൾ പുതിയ റേഷ്യോ കിട്ടി 8:11. അപ്പോൾ പുതിയ 8/11. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കാം. 11 × 50x + 68 ഈസ് ഈക്വൽ ടു 8 × 69x - 54. ഗുണിക്കാനൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ 11 × 50 എന്ന് പറഞ്ഞാൽ 550x പ്ലസ് 68 × 11 എന്ന് പറഞ്ഞാൽ 748. 68 × 11 748 ഇസിക്കൽ 8 × 69 എന്ന് പറഞ്ഞാൽ 552. 552x മൈനസ് 8 × 54 എന്ന് പറഞ്ഞാൽ 432. ഓക്കെ, ഇനി 550 ഈ 748 ഇവിടെ കിടക്കട്ടെ. 748 പ്ലസ് 432 ഇവിടെ വരുമ്പം പ്ലസ് 432 ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു 552 ഉണ്ട്. 552x. ഈ 550x അപ്പുറത്തോട്ട് പോകുമ്പോൾ 550. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 552xൽ നിന്ന് 550x പോയി കഴിഞ്ഞാൽ 2x ഈസ് ഈക്വൽ ടു ഇത് എത്ര വരും? 2x ഈസ് ഈക്വൽ ടു 1180. കറക്റ്റ് അല്ലേ? 1180 അല്ലേ? അപ്പോൾ x ഈസ് ഈക്വൽ ടു 1180 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 590. x ഈസ് ഈക്വൽ ടു 590. സാറേ 590 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഇല്ലല്ലോ. ഇല്ല. ഫൈൻഡ് ദ ഒറിജിനൽ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എത്രയാണ് ഇവിടെ? കോസ്റ്റ് പ്രൈസ് എത്രയാണ്? ഇവിടെ ഒറിജിനൽ കോസ്റ്റ് പ്രൈസ് 50x ആണ്. 50 × x എത്രയാണ്? 590. അപ്പോൾ എത്ര വരും? 29,500. വലിയൊരു കണക്കാണ്. വരത്തില്ല, എന്നാലും ഞാൻ വരത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും തോന്നിയപ്പോൾ ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ച് നോക്കിക്കേ. ഇത് CP, ഇത് SP, ഇത് CP, ഇത് SP. നേരത്തെ CPയുടെ കൂടെ 68 കൂട്ടി SP-യുടെ അകത്ത് നിന്ന് 54 കുറച്ചപ്പോൾ പുതിയ CPയുടെ SP-യുടെ റേഷ്യോ എത്ര? 8:11. അത് ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The mean of 4 times their mode. The mean of some data is 4 times their mode. If the median of the data is 63, find the mean. Measures of central tendency എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തുനിന്നുള്ള ക്വസ്റ്റ്യനാണ്. Mean of some data is equal to 4 times their mode. Mean of some data. Mean എന്ന് പറയുന്നത് 4 times mode. 4 mode.
എന്നാണ് പറയുന്നത്. മീൻ ഈസ് ഈക്വൽ ടു 4 മോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീൻ എന്ന് പറയുന്നത് മീൻ ഓഫ് സം ഡാറ്റ ഈസ് 4 ടൈംസ് ഈസ് മോഡ്, 4 മോഡ്. നമുക്കൊരു ഇക്വേഷൻ അറിയാം, എംപിരിക്കൽ ഫോർമുല അറിയാം. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. അപ്പം മോഡ് അവിടെ കിടന്നോട്ടെ. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ, 3 ഇൻറ്റു മീഡിയൻ എത്ര പറഞ്ഞിരിക്കുന്നത് 63 മൈനസ് 2 മീൻ, 2 ഇൻറ്റു മീൻ എന്ന് പറഞ്ഞാൽ മോഡ് തന്നെ കൊടുക്കാം. മീൻ എന്ന് പറഞ്ഞാൽ 4 മോഡ്. ഓക്കെ, അപ്പോൾ മോഡ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 63 അവിടെ കിടക്കട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ട് എടുക്കാം. മൈനസ് 4 2 8 മോഡ്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ -8 മോഡ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ മോഡ് പ്ലസ് -8 മോഡ്, ഇവിടെ വരുമ്പോൾ +8 മോഡ്. -8 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 63 അവിടെ കിടപ്പുണ്ട്. മോഡ് പ്ലസ് 8 മോഡ് എന്ന് പറഞ്ഞാൽ 9 മോഡ്. 9 മോഡ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 63. ചെയ്തില്ല, ചെയ്യാം. അപ്പോൾ മോഡ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 63 ഡിവൈഡഡ് ബൈ 9. ഇതാ നോക്കിക്കോ, 9 9 7 63, അതായത് മോഡ് ഈസ് ഈക്വൽ ടു 21. മോഡാണോ ആൻസർ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് മീൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ, മീൻ ഈസ് ഈക്വൽ ടു 4 മോഡ്. മീൻ ഈസ് ഈക്വൽ ടു 4 മോഡ്. 4 ഇൻറ്റു മോഡ് എത്രയാണ് ഇവിടെ 21, 84 വരുന്നത്. സോറി, 84 വരുന്നത്. 84 വരുന്നത്. 84. ക്ലിയർ ആണേ? പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കിയോ, ദ മീൻ ഓഫ് സം ഡാറ്റ ഈസ് 4 ടൈംസ് ഇസ് മോഡ്. ഇപ്പം മീൻ എന്ന് പറയുന്നത് 4 മോഡ്, 4 ടൈംസ് ഓഫ് മോഡ്. അപ്പോൾ നമുക്ക് എംപിരിക്കൽ ഫോർമുല ഇടാം. മോഡ് ഈസ് ഈക്വൽ ടു 2 മീഡിയൻ മൈനസ് 2 മോഡ്, 2 മീൻ, സോറി. അപ്പോൾ മോഡ് അതുപോലെ തന്നെ കിടക്കട്ടെ. 2 ഇൻറ്റു മീഡിയൻ എത്ര 63, സോറി 3 മീഡിയനാണ്, 3 മീഡിയനാണ്. ഓക്കെ, മൈനസ് 2 മീൻ, 2 ഇൻറ്റു മീനിന് പകരം 4 മോഡെന്ന് കൊടുക്കാം. അപ്പോൾ മോഡ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 63 അങ്ങനെയാണ് കിടന്നോട്ടെ, -8 മോഡ്. അപ്പോൾ മോഡ് ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. -8 മോഡ് ഇവിടെ വരുമ്പോൾ +8 മോഡ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 63 അവിടെ കിടന്നോട്ടെ. 8 മോഡ് വരുമ്പോൾ 9 മോഡ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 63. മോഡ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 63 ഡിവൈഡ് ബൈ 9. 9 കെട്ടി 9 കെട്ടി 9 7 63 21 മോഡ് വന്നത്. ചിലപ്പോൾ 21 ഓപ്ഷനിൽ കാണും, നമുക്ക് തെറ്റും. പക്ഷേ മോഡല്ലേ വെച്ചിരിക്കുന്നത്, മീനാണ് ചോദിച്ചിരിക്കുന്നത്. മീൻ ഈസ് ഈക്വൽ ടു 4 മോഡെന്ന് പറയുന്നുണ്ട്. മീൻ ഈസ് ഈക്വൽ ടു 4 മോഡ്. 4 ഇൻറ്റു മോഡ് എത്ര ആയിരുന്നു 21, ദാറ്റ് ഈസ് ഈക്വൽ ടു 84. 84 ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നേരത്തെ വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്.
എന്താ പറഞ്ഞിരിക്കുന്നത് 3 പൈപ്പ് വിത്ത് ഡയമീറ്റേഴ്സ് 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇവരുടെ പൈപ്പ് 1 3 പൈപ്പുണ്ട്, എ ബി സി. ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം ഡയറക്റ്റ്ലി. ഇവരുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? ഇങ്ങനെ പൈപ്പിൻ്റെ ഡയമീറ്റർ തരുന്ന ക്വസ്റ്റിനകത്ത് ഇവരുടെ എഫിഷ്യൻസി എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. 2 അടുത്ത എത്ര 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. ഇവരുടെ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമോ? ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. സ്ക്വയർ അതാ നോക്കിക്കുക. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16 ഇവരുടെ എഫിഷ്യൻസി. ഇനി ഇതിൻ്റെ കപ്പാസിറ്റി ഒന്ന് നോക്കിയാലോ. കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എഫിഷ്യൻസി ഇൻറ്റു ടൈം. ഞാനല്ല സെറ്റ് ട്രയാങ്കിൾ പഠിപ്പിച്ചല്ലേ നിങ്ങൾ? ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത്. സെറ്റ് ട്രയാങ്കിൾ എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ് കപ്പാസിറ്റി. അപ്പോൾ എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ് കപ്പാസിറ്റി. നോക്കിക്കോ കപ്പാസിറ്റിയുടെ കാര്യം പറയുകയാണ്. ദ സ്മാളസ്റ്റ് പൈപ്പ് എലോൺ ക്യാൻ ഫിൽ ദ ടാങ്ക് ഇൻ 32 മിനിറ്റ്. 32 അല്ല 232 മിനിറ്റ്. എത്രയാണ്? 232 മിനിറ്റ്. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. അതെ, 232 മിനിറ്റ്. ഒന്നുകൂടെ എഴുതിയേക്കാം. 232 മിനിറ്റ്. അപ്പം ചെറിയ പൈപ്പ് ഒറ്റയ്ക്ക് എത്ര മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യും? 232 മിനിറ്റ്. അപ്പോൾ എഫിഷ്യൻസി ചെറിയ പൈപ്പിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 4 ഇൻറ്റു ചെറിയ പൈപ്പ് എത്ര? 4 ഏറ്റവും ചെറുതിന് ചെറിയ എഫിഷ്യൻസി ഉള്ളത് ചെറുതല്ലേ? ചെറുത് എത്ര? 4 ഇൻറ്റു ടൈം എത്രയാണ്? 232. എത്ര ലിറ്റർ ആയിരിക്കും അത്? അത് കുഴപ്പമില്ല. 4 ഇൻറ്റു 32 അതല്ലല്ലോ ഫൈനൽ ആൻസർ. ഇത്ര ലിറ്റർ ഉണ്ട്. ഇവന്മാർ 3 പേരും കൂടെ the volume of water flowing through each pipe is proportional to the square of its diameter. ഇത് അല്ലേലും അവർ തന്നെ പറയുന്നുണ്ട്. ഞാൻ ഡയമീറ്ററിൻ്റെ സ്ക്വയർ എടുത്ത് വെച്ചിട്ടുമുണ്ട്. ഫൈൻഡ് ദ ടൈം ഇൻ മിനിറ്റ്സ്. ടൈമാണ് ഈ വെച്ചിരിക്കുന്നത്. ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടൈം കപ്പാസിറ്റി ബൈ എഫിഷ്യൻസി. ടൈം അങ്ങ് തപ്പിപ്പിടിച്ചാൽ മതി. കപ്പാസിറ്റി ബൈ എഫിഷ്യൻസി. കപ്പാസിറ്റി ഇവിടെ ഉണ്ട്. 4 ഇൻറ്റു 232 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. കംപ്ലീറ്റ് ചെയ്ത ഫുൾ ടാങ്ക്. ദെൻ ആൾ 3 പൈപ്പ് ആർ ഓപ്പൺ ടുഗദർ. ഇവന്മാരെ 3 പേരെയും കൂടെ ഓപ്പൺ ചെയ്ത് വെച്ചാലോ? 3 പേരെയും കൂടെ ഓപ്പൺ ചെയ്താൽ 4 + 9 + 16. 3 പേരുടെയും കൂടെ എഫിഷ്യൻസി നോക്കിക്കോ. 4 ഇൻറ്റു 232 ഡിവൈഡഡ് ബൈ 9 16 9 25 4 29. എത്ര വരും? 29 ഇൻറ്റു 8 ആണ് 232. 4 8 32 മിനിറ്റ്. 32 മിനിറ്റ് എന്ന് വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിരിക്കുക. സെറ്റ് ട്രയാങ്കിൾ CET സെറ്റ് ട്രയാങ്കിൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ സ്ക്വയർ ഓഫ് ഡയമീറ്റർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഓർത്ത് വെച്ചോണം. 3 പൈപ്പുണ്ട്, A B C. ഇവന്മാരുടെ ഡയമീറ്ററിൻ്റെ സ്ക്വയർ അങ്ങ് എടുത്താൽ മതി. 2ൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ. അപ്പം 4 9 16. ഇവന്മാരുടെ എഫിഷ്യൻസിയാണ്. ചെറിയ പൈപ്പ് 232 മിനിറ്റ് എടുക്കും ടാപ്പ് നിറയ്ക്കാൻ. ചെറിയ പൈപ്പ് 232 മിനിറ്റ് എടുക്കും ടാങ്ക് നിറയ്ക്കാൻ. അപ്പം കപ്പാസിറ്റി എങ്ങനെയാണ്? കപ്പാസിറ്റി അങ്ങ് തപ്പിപ്പിടിച്ചാൽ മതി. എഫിഷ്യൻസി ഇൻറ്റു ടൈം. ചെറിയ പൈപ്പിൻ്റെ എഫിഷ്യൻസി 4, ടൈം എത്ര? 232. അവിടെ കിടന്നോട്ടെ. ലിറ്റർ. ഈ ടാങ്ക് ഇവന്മാരെല്ലാം കൂടെ നിറയ്ക്കുന്ന സമയം കംപ്ലീറ്റ്ലി ഫിൽ ദ ടാങ്ക് വെൻ ആൾ 3 പൈപ്പ്സ് ആർ ഓപ്പൺ. ഈ 3 പൈപ്പും കൂടെ തുറന്നു വിട്ടാൽ നിറയുന്ന ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കപ്പാസിറ്റി ബൈ എഫിഷ്യൻസി. കപ്പാസിറ്റി മുകളിൽ തന്നിട്ടുണ്ട് 4 ഇൻറ്റു 232 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ഇവന്മാർ 3 പേരും കൂടെയാണ്. ഇവന്മാരുടെ 3 പേരുടെയും കൂടെ എഫിഷ്യൻസി വേണം. 4 + 9 + 16. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 232 ഡിവൈഡഡ് ബൈ 29. 29 ഇൻറ്റു 8 ആണ് 232.
അപ്പം 4×8 32 മിനിറ്റ്. 32 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുന്നു? ടാങ്ക് നിറയുന്നു. പഠിച്ച കാര്യം തന്നെയാണ്, പക്ഷേ പല രീതിയിലാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറി എന്ന് വെച്ച് മനസ്സിലാവുന്നില്ല എന്നൊന്നും വിചാരിക്കരുത്. കൃത്യമായി ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A² + B² + C² = 189. ഞാൻ ക്ലാസ്സിലായതുകൊണ്ട് വിളിക്കാം. എന്തോ കിട്ടിയോ? ഫോൺ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്നലെ ഒരു പൂച്ച റോഡിൽ കിടന്ന് കിട്ടി. അത് വണ്ടി കയറി ചാവണ്ടെന്നും പറഞ്ഞ് ഞാനെടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അന്ന് നത്തോലി മീനായിരുന്നു. അതിൻ്റെ കുറേ തലയൊക്കെ കൊടുത്ത് കുറച്ച് പാലൊക്കെ കാച്ചി കൊടുത്ത് അത് കുടിച്ച് രാവിലെ ഞങ്ങളുടെ അമ്മയുടെ കൈക്കും ഒരു കടിയും കൊടുത്തു. അപ്പോൾ അമ്മയെ രാവിലെ അച്ഛൻ ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കാൻ. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. ഒരു ഇഞ്ചക്ഷൻ അങ്ങ് ആലപ്പുഴ പോയി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് പോയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച അനിയത്തി വിളിച്ചത് അതുമായിട്ട് എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഫോൺ എടുത്തത്. അവർ ചെറിയ ടെൻഷനിൽ നിൽക്കുന്നത് കൊണ്ടാണ്. എന്നോട് ക്ഷമിക്കൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറ. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എന്നെ നോക്കിയിരുന്നാൽ മതി. എല്ലാത്തിനും എൻ്റെ കയ്യിൽ അടിപൊളി സാധനം ട്രിക്കുണ്ട്. ഞാൻ അടിച്ച് വിട്ട് തരാം. ഇങ്ങോട്ട് നോക്കിയോ. അതാണ്ട് ഈ സാധനം മാത്രം ഇങ്ങോട്ട് എടുക്കുവാന്നേ. അതാണ്ട് അങ്ങോട്ട് നോക്കിയോ. എടുക്കുവാന്നേ. അതാണ്ട 6 × A+4B + 2C. ഈ RHSനെ ഇങ്ങോട്ട് എടുത്ത് എഴുതി വെക്കുക. ഇങ്ങനൊരു കണക്ക് വന്നു കഴിഞ്ഞാൽ ഇത് എഴുതി വെച്ചോണേ. പ്രത്യേകിച്ച് എഴുതി വെച്ചോ. ഇതുപോലെ ചോദിക്കത്തുള്ളൂ. വേറെ ഒന്നും ചോദിക്കത്തില്ല. ഇതിനെ 2 × എന്നുള്ള രീതിയിൽ കൊണ്ടുവരണം. 2 × എന്നുള്ള ആക്കണം. 2 × എന്നാക്കണം. 2 × എന്നാക്കണം. 6 × കിടക്കുന്നത്. അതിന് 2 × ആക്കണം. അപ്പം നിങ്ങൾ ആയിരിക്കും സാറേ 3 കൊണ്ട് വേണ്ട. 2 × 3 × A+4B + 2C. 2 × എന്ന് കൊണ്ടുവരണം. ഏത് ക്വസ്റ്റ്യനാണെങ്കിലും. എന്നിട്ട് ഈ 3 അങ്ങ് അകത്തോട്ട് കയറട്ടെ. 2 × 3 അകത്തോട്ട് കയറിയാൽ 3A + 12B + 6C. ഇങ്ങനെ കൊണ്ടുവരിക. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോഴേ ഒരു കാര്യമുണ്ട് കേട്ടോ. A എന്ന് പറയുന്നത് 3 ആയിരിക്കും. B എന്ന് പറയുന്നത് 12 ആയിരിക്കും. C എന്ന് പറയുന്നത് 6 ആയിരിക്കും.
എന്തോ ചോദിച്ചേക്കുന്നത്? റൂട്ട് ഓഫ് എ ബി. എ ബി എന്ന് പറഞ്ഞാൽ 3 × 12 പ്ലസ് ബി സി 12 × 6 പ്ലസ് സി എ 3 × 6. അപ്പം 3 × 12 എത്ര? 36. 12 × 6 6 2 12 72 പ്ലസ് 18. ഇപ്പം എത്ര വരും? 126. 126 ആണോ 136 ആണോ വരുന്നത്? അതെ 126. 126നെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ എന്ന് ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, 126നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് വരും? 126നെ ഫാക്ടറൈസ് ചെയ്ത് 2 കൊണ്ടാകുമ്പം 63, 3 കൊണ്ടാകുമ്പം 21, വീണ്ടും 3 കൊണ്ടാകുമ്പം 7. ഇപ്പോൾ 2 3 ഉണ്ട്, ഒരു 3 വെളി വരും, പിന്നെ 2 7 ഉണ്ട്, അവരകത്ത് കിടക്കും 14. 3 റൂട്ട് 14. ഇത്രയേ ഉള്ളൂ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. എന്തുവാ വലിയ ടൈറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതാ നോക്കിക്കോ, അതിനെന്താ പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. ഈ RHS അങ്ങോട്ട് എടുത്ത് എഴുതണമടാ മക്കളെ, എടുത്ത് എഴുതിക്കോ. എടുത്ത് എഴുതാൻ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ, എടുത്ത് അങ്ങോട്ട് എഴുതിക്കോ. 6 × A + 4B + 2C ഇതങ്ങോട്ട് എടുത്ത് എഴുതി. അതിനെ 2 × എന്ന് കൊണ്ടുവരണം. 2 × 3 എന്ന് കൊണ്ടുവരാം. A + 4B + 2C. ഒന്നുകൂടെ ഈ 3 അങ്ങ് അകത്തോട്ട് കയറട്ടെ. 2 × 3A + 8B 3 × 12B 12B 3 അകത്തോട്ട് കയറും. 3 4 12B 6C. എന്നാലേ ആൻസർ കിട്ടി. എ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെയുള്ള 3 തന്നെയായിരിക്കും. ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള 12 ആയിരിക്കും. സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള 6 ആയിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന റൂട്ട് ഓഫ് എ ബി 3 × 12 പ്ലസ് ബി സി 12 × 6 പ്ലസ് സി എ 6 × 3. 3 4 12 12 3 36 പ്ലസ് 72 പ്ലസ് 18. 72 18 90 90 36 126. 126നെ നമുക്കൊന്ന് ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 126 ഡിവൈഡ് ബൈ 2 63. 3 കൊണ്ടാകുമ്പം 21, 3 കൊണ്ടാകുമ്പം 7. അതാണ്ട് 2 3 ഉള്ളതുകൊണ്ട് ഒരു 3 ഇങ്ങ് വരും. ഇൻറ്റു ബാക്കിയുള്ളവന്മാർ റൂട്ടിൽ കിടക്കും. 2 7 എത്രയാണ്? 14. 3 റൂട്ട് 14. തീർന്നു. ഒന്നുകൂടെ പറഞ്ഞു മോനെ, ക്ലിയർ ആയോ അബി? 2 ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവരുവാണെങ്കിൽ ഇതിൻ്റെ RHS മാത്രം ഇങ്ങോട്ട് എടുക്കുക. 2 × എന്ന് കൊണ്ടുവരിക. 2 × എന്ന് കൊണ്ടുവന്നു. ആ 3 അങ്ങ് അകത്തോട്ട് കയറട്ടെ. അപ്പോൾ 2 × എന്ന് പറഞ്ഞ് വരുമല്ലോ. എ എന്ന് പറയുന്നത് 3 ആയിരിക്കും, ബി എന്ന് പറയുന്നത് 12 ആയിരിക്കും, സി എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഇതൊരു ട്രിക്കാണ് കേട്ടോ, വെറുതെ സമയം പോകരുത്, ട്രിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജ് ഹാഡ് എ സ്പെറിക്കൽ കേക്ക്. എന്തേലും ആട്ടെ, സ്പെറിക്കൽ കേക്കോ? ഗോളാകൃതിയിലുള്ള ഒരു കേക്ക്. ആയിക്കോട്ടെ, ദാണ്ട് ഒരു കേക്ക്, ഗോളാകൃതിയിലുള്ള കേക്ക് ഓഫ് 8 സെൻറ്റിമീറ്റർ. 8 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു മിനിറ്റ്. 8 സെൻറ്റിമീറ്റർ ഉള്ള കേക്ക് ഉണ്ട്. പ്ലേസ്ഡ് ഇൻ എ ഫ്രീസർ. ഇതെടുത്തൊരു ഫ്രീസ്. 8 സെൻറ്റിമീറ്റർ ആണ്. 8 സെൻറ്റിമീറ്റർ നോക്കിക്കോണേ. ഇതിൻ്റെ റേഡിയസ് 8 സെൻറ്റിമീറ്റർ. ഈ പ്ലേസ്ഡ് ഫീസ് ആഫ്റ്റർ സം ടൈം ഹി ഒബ്സർവ് ദാറ്റ് 2 സെൻറ്റിമീറ്റർ തിക്ക് ലെയർ ഓഫ് ചോക്ലേറ്റ് ഹാസ് സോളിഫൈഡ് ബൈ ദ കേക്ക്. അവൻ ഇച്ചിരി കഴിഞ്ഞ് നോക്കിയപ്പോഴേ ഒരു 2 മീറ്റർ തിക്നെസ് ഉള്ള ഒരു ലെയറും കൂടി ഇതിൻ്റെ പുറത്ത് വന്നു എന്നാണ് പറയുന്നത്. ഒരു 2 മീറ്റർ തിക്നെസ് ഉള്ള ലെയറും കൂടെ ഇതിൻ്റെ പുറത്തോട്ട് വന്നു എന്നാണ് പറയുന്നത്. രണ്ട് മീറ്റർ തിക്നെസ് ഉള്ള ഒരു ലെയറും കൂടെ വന്നു എന്നാണ് പറയുന്നത്.
2 മീറ്റർ തിക്നെസ് ഉള്ള ഒരു ലെയറും കൂടെ വന്നു എന്നാണ് പറയുന്നത്. 2 മീറ്റർ തിക്നെസ്സോട് ഉള്ള ഒരു ലെയറും കൂടെ വന്നു എന്നാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്? വാട്ട് പെർസെൻറ്റേജ് ആസ് ദ സർഫസ് ഏരിയ ഓഫ് ദ കേക്ക് ഇൻക്രീസ്ഡ് ബീയിങ് ഡിപ്ഡ് ഇൻ ദ ചോക്ലേറ്റ്? ചോക്ലേറ്റ് മുക്കിയപ്പോൾ എത്ര ശതമാനമാണ് കൂടിയത്? സർഫസ് ഏരിയ ഓഫ് ആദ്യത്തതിൻ്റെ സർഫസ് ഏരിയ ഓഫ് കേക്ക്. സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ എങ്ങനെ? സർഫസ് ഏരിയ ഓഫ് സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ ഫോർ പൈ ആർ സ്ക്വയർ. കുഴപ്പമില്ല. 4 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ്. ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ റേഡിയസ് എത്ര? 8. അപ്പോൾ 8ൻ്റെ സ്ക്വയർ 4 പൈ ആർ സ്ക്വയർ. ഇപ്പോൾ 4 ഇൻറ്റു പൈ ഇൻറ്റു 8ൻ്റെ സ്ക്വയർ. ഇനി ഇതും കൂടെ വന്നു കഴിഞ്ഞപ്പോഴോ, ചോക്ലേറ്റിൻ്റെ ലെയറും കൂടെ വന്നു കഴിഞ്ഞപ്പോഴോ, ചോക്ലേറ്റിൻ്റെ ലെയർ സർഫസ് ഏരിയ വിത്ത് ചോക്ലേറ്റ് ലെയറൂടെ വന്നപ്പോൾ 4 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് എത്രയായി? 10 ലെയറും കൂടെ വന്നപ്പോൾ റേഡിയസ് എത്രയായി? 10ൻ്റെ സ്ക്വയർ. എത്ര ശതമാനം കൂടി എന്നാണ് പറഞ്ഞത്? ബൈ വാട്ട് പെർസെൻറ്റേജ് എത്ര കൂടി? അപ്പോൾ ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു പൈ ഇൻറ്റു 10ൻ്റെ സ്ക്വയർ. അതിനകത്തുനിന്നും മറ്റേത് കുറയ്ക്കണ്ടേ? ചെറുത് കുറയ്ക്കണ്ടേ? 4 ഇൻറ്റു പൈ ഇൻറ്റു 8ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ 4 പൈ ഉണ്ട്, അവിടെ 4 പൈ ഉണ്ട്. അപ്പോൾ 4 ഇൻറ്റു പൈ ഇങ്ങനെ കോമൺ ആയിട്ട് എടുത്തു. ബ്രാക്കറ്റിൽ 10ൻ്റെ സ്ക്വയർ മൈനസ് 8ൻ്റെ സ്ക്വയർ. അപ്പോൾ എത്ര വരും? 4 ഇൻറ്റു പൈ ഇൻറ്റു 10ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 100 മൈനസ് 64. അതായത് 4 ഇൻറ്റു പൈ ഇൻറ്റു 36. ബൈ വാട്ട് പെർസെൻറ്റേജ് ഹാസ് ദ സർഫസ് ഏരിയ? അപ്പം സർഫസ് ഏരിയയുടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. എത്ര കൂടിയത്? 4 ഇൻറ്റു പൈ ഇൻറ്റു 36 ഡിവൈഡ് ബൈ നേരത്തെ എത്ര ഉണ്ടായിരുന്നു? നേരത്തെ വെച്ചിട്ട് 4 ഇൻറ്റു പൈ ഇൻറ്റു 64. 4 ഇൻറ്റു പൈ ഇൻറ്റു 8 64. ഈ 4 ഇൻറ്റു പൈയും 4 ഇൻറ്റു പൈയും ക്യാൻസലായിപ്പോയി. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇത് കിട്ടും. അപ്പോൾ 18 വരും. വരും, 32 വരും, 9 വരും, 16 വരും, ഇവിടെ 25 വരും, ഇവിടെ 4 വരും. 9 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 4 വരും. 56 പോയിൻറ്റ് സംതിങ് വരും കേട്ടോ. 56 പോയിൻറ്റ്. ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആൻസർ കറക്റ്റ് അല്ല. 56 പോയിൻറ്റ് എത്രയാണ് ആൻസർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നോക്കിക്കോ, അവൻ്റെ കയ്യിലൊരു കേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ആ കേക്കിൻ്റെ സർഫസ് ഏരിയ അതാണ് കിടക്കുന്നത് 4 പൈ ആർ സ്ക്വയർ. അവൻ ഫ്രീസറിൽ വെച്ച് നോക്കിയപ്പോൾ 2 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു ലെയർ കൂടെ കണ്ടു. അപ്പോൾ 2 മീറ്റർ തിക്നെസ്സോടെ ഉള്ള ഒരു ലെയർ കൂടെ ഉണ്ട്. അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 4 പൈ, അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയർ. എത്ര കൂടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചാൽ മതി വലുതിൽ നിന്ന് ചെറുത്. 4 പൈ 10ൻ്റെ സ്ക്വയർ മൈനസ് 4 പൈ 8ൻ്റെ സ്ക്വയർ. 4 പൈ ഇവിടെ കോമൺ ആയിട്ട് എടുത്തു. 10ൻ്റെ സ്ക്വയർ മൈനസ് 8ൻ്റെ സ്ക്വയർ, അതായത് 4 പൈ ഇൻറ്റു 36 എന്ന് വരും. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് എത്ര കൂടി ഡിവൈഡഡ് ബൈ നേരത്തെ എത്ര ഉണ്ടായിരുന്നു? 4 പൈ ഇൻറ്റു 64. 4 പൈയും 4 പൈയും ക്യാൻസലായിപ്പോയി. ഇത് വെട്ടി ചെറുതാക്കി ചെയ്യുമ്പോൾ 56.25 വരും. അത് എഴുതി വന്നതിൻ്റെ മിസ്റ്റേക്കാണ് അത് വന്നത്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, എത്ര പെർസെൻറ്റേജ് വരുന്നത്? 56.25%. ക്വസ്റ്റ്യൻസ് ടൈറ്റാണെന്ന് എനിക്കറിയാം. ചെയ്ത് നോക്കിയേ പറ്റത്തുള്ളൂ. എനിക്ക് വേണമെങ്കിൽ എളുപ്പമുള്ള കുറേ ക്വസ്റ്റ്യൻ എടുത്തിട്ട് 10 ക്വസ്റ്റ്യൻ തന്നിട്ട് എനിക്ക് പോകാമായിരുന്നു. പക്ഷേ അതല്ല, നിങ്ങളിത് ചെയ്തേ പറ്റത്തുള്ളൂ. ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചോളൂ. ഞാനത് പറഞ്ഞു തന്നിട്ടേ അടുത്തതിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, വീണ്ടും കാണാം.